സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കൃഷ്ണകുമാറിൻ്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് താൻ ഗർഭിണിയാണെന്നുള്ള വിവരം താരപുത്രി പങ്കുവച്ചത്. താൻ ഗർഭിണിയാണെന്നും എല്ലാം രഹസ്യമായി സൂക്ഷിച്ചത് 3-ാം മാസത്തെ സ്കാനിംഗ് കഴിയുന്നതിന് വേണ്ടിയായിരുന്നുവെന്നുമാണ് പ്രഗ്നൻസി റിവീലിംഗ് പോസ്റ്റിൽ ദിയ കുറിച്ചത്. ഇപ്പോഴത്തെ അശ്വിനും ദിയയും പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത്. അന്നെനിക്ക് ഭയങ്കര കോൾഡായിരുന്നു. അതിൻ്റെ ടാബ്ലറ്റ് വേണമായിരുന്നു. അതിനു വേണ്ടിയായിരുന്നു അമ്മയെ വിളിച്ചത്. അതിനിടയിലാണ് ഓസി പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയൊന്നും പറഞ്ഞില്ല. കുറേ നേരം എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ്. ഡോക്ടറോട് സംസാരിച്ചപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് കൺഫേം ചെയ്യാനായിരുന്നു പറഞ്ഞത്. യൂറിൻ ടെസ്റ്റിൽ പോസിറ്റീവും ബ്ലഡ് ടെസ്റ്റിൽ നെഗറ്റീവുമായിരുന്നു. നേരത്തെ ചെയ്തതുകൊണ്ടായിരുന്നു ബ്ലഡ് ടെസ്റ്റിൽ നെഗറ്റീവ് കാണിച്ചത്. അന്ന് 4 ആഴ്ച എന്തോ ആയിരുന്നു. 8 ആഴ്ചയായിട്ട് സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും നടത്താമെന്ന് പറഞ്ഞിരുന്നു. 50% ചാൻസ് എന്നായിരുന്നു അമ്മയൊക്കെ കരുതിയത്. ജൂലൈയിലാണ് ഡേറ്റ് വരുന്നത്. എപ്പോഴാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. ആ ഫ്ലാറ്റിലെ 4 ചുവരിൽ മാത്രമായിരുന്നു ജീവിതം. പുള്ളിക്കാരിക്ക് എൻ്റെ മണം പറ്റില്ല. ഞാൻ അടുത്ത് വരുന്നത് ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പെർഫ്യൂം ഇഷ്ടമല്ല. ഞാൻ കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ കുറേ മണങ്ങളൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. തുടക്കത്തിൽ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നീയൊരു കാര്യം ചെയ്യ്, വീട്ടിലേക്ക് പോയിക്കോളൂ. അവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടമാകും. കരുവാട് ഡെയിലി വേണമെന്ന് പറഞ്ഞു. ഞാൻ എവിടെ പോകാനാണ് അതിന്? അവിടെ ആവുമ്പോൾ ആഗ്രഹിക്കുന്നതെല്ലാം എത്തിച്ചു തരാനും ആളുണ്ടല്ലോ എന്നും പറഞ്ഞിരുന്നതായി അശ്വിൻ പറയുന്നു. 8 മുതൽ 9 വരെയുള്ള ആഴ്ച ഞാൻ എല്ലാം ഗൂഗിളിൽ ചോദിക്കുമായിരുന്നു. അതിനിടയിൽ ലണ്ടൻ ട്രിപ്പും ഉണ്ടായിരുന്നു. ഇത് പ്ലാൻഡ് ആണ്, പക്ഷേ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് കരുതിയില്ലെന്ന് അശ്വിൻ പറഞ്ഞപ്പോൾ കഴിവ് എന്നായിരുന്നു ദിയയുടെ മറുപടി. ഡ്യൂട്ടിയൊക്കെയായി ഞാനും നല്ല തിരക്കിലായിരുന്നു. ആപ്പിൾ കഴിക്കുമായിരുന്നു. അതും വൊമിറ്റ് ചെയ്തു പോകുമായിരുന്നു. വെള്ളം കുടിക്കില്ലായിരുന്നു. ആദ്യം ഛർദി വന്നത് പല്ല് തേക്കുമ്പോഴൊക്കെയാണ്. അതോടെ ട്രോമയായി. വഴക്ക് പറഞ്ഞാലൊക്കെയാണ് വെള്ളം കുടിക്കുന്നത്. വെള്ളം കുടിച്ചില്ലെങ്കിൽ നീ ചത്തുപോകുമെന്ന് വരെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ് ഞങ്ങൾ അടിയായിട്ടുണ്ട്. പിന്നെ വൊമിറ്റിംഗ് ഒക്കെ കുറഞ്ഞു വരികയായിരുന്നു. ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല പ്രഗ്നൻസിക്ക്. ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. എരിവുള്ള സാധനം കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിലും ഗ്യാസും. മോർണിംഗ് സിക്നസ് എന്നല്ല, രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടായിരുന്നു ഛർദിൽ. എനിക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു എനിക്ക്. എല്ലാ ദിവസവും ഞാൻ കരയുമായിരുന്നു. എനിക്കിത് പറ്റില്ലെന്ന് പറഞ്ഞായിരുന്നു കരയുന്നതെന്നും ദിയ പറഞ്ഞു. ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ കരയുമായിരുന്നു. എനിക്ക് പഴയ ലൈഫ് മതി എന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ. ഒരാഴ്ച കൂടി ക്ഷമിക്കെന്നാണ് അശ്വിൻ പറയാറുള്ളത്. എൻ്റെ ബിസിനസ്സൊക്കെ സ്റ്റക്കായി കിടക്കുകയായിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. ലോക്ക്ഡൗണിനേക്കാളും വലിയ ലോക്ക്ഡൗൺ ആയിരുന്നു തനിക്കെന്നാണ് ദിയ പറഞ്ഞത്. പുറത്തേക്കൊന്നും പോകും പറ്റുന്നില്ലായിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോഴാണ് എല്ലാം എൻജോയ് ചെയ്ത് തുടങ്ങിയതെന്നും ദിയ പറയുന്നു.